ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോവലിനെ ബേസ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ ഇറക്കിയ ഒരു സൈക്കോളജിക്കൽ സീരീസാണ്. ഞാൻ ഒരുപാട് ബ്രിട്ടീഷ് സീരീസ് കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നെ ഞെട്ടിച്ച് ഹോണ്ട് ചെയ്ത് ചിന്തിപ്പിച്ച ഒരു സീരീസ് വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. ആകെ 6 എപ്പിസോഡുള്ള ഒരു മിനി സീരീസാണിത്. 6 എപ്പിസോഡാണെങ്കിലും 60 എപ്പിസോഡ് കണ്ടൊരു എഫക്റ്റാണുള്ളത്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ട്വിസ്റ്റാണ് ഇതിലുള്ളത്. ഓരോ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ അത്രക്കും പീക്കായിരുന്നു. സീരീസിന്റെ ഏകദേശം അവസാനം ഭാഗം വരെ എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, ആർക്കാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാനാകില്ല. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. യു ആർ വാച്ചിങ് ഫിലിം വിസ്പറർ ആൻഡ് ടുഡേ വി ആർ ഡൈവിംഗ് ഇൻടു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ കഥാനായികയായ ലൂയിസ് എന്ന ലൂയിയാണ് കാണിക്കുന്നത്. ലൂയി അവളുടെ മകന്റെ കൂടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇതാണ് മകൻ, പേര് ആദം. അവൾ ഒരു സൈക്യാട്രിക് ക്ലിനിക്കിൽ സെക്രട്ടറി ആയിട്ട് വീക്കിലി 3 ഡേയ്സ് വർക്ക് ചെയ്യുകയാണ്. അവൾക്ക് അങ്ങനെ കാര്യമായിട്ട് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഓഫീസ് വിട്ടാൽ വീട്, വീട് വിട്ടാൽ ഓഫീസ്, അങ്ങനെയാണ് അവളുടെ ജീവിതം. ആകെ ഒരു ഫ്രണ്ട് എന്ന് പറയാനുള്ളത് സോഫി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയാണ്. ആക്ച്വലി സോഫി ലൂയിയെ നൈറ്റ് ഔട്ടിന് വേണ്ടി ഇന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ലൂയി അങ്ങനെ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് തന്നെ ഏത് ഡ്രസ്സ് ഇടണം എന്ന കൺഫ്യൂഷനിലാണ്. അവൾ ഔട്ടിങ്ങിന് പോകുന്നത് കൊണ്ട് തന്നെ ആദമിനെ നൈബറായ ലോറയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ലൂയി ലോറയോട് ഞാൻ അധികം ലേറ്റ് ആകില്ല, പെട്ടെന്ന് തന്നെ വരും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങും. ബാറിലായിരിക്കും സോഫി ലൂയി വിളിച്ചിട്ടുണ്ടാകുക. സോഫിയോട് താൻ അവിടെ എത്തി എന്ന് മെസ്സേജ് അയച്ചിട്ട് ലൂയി അവിടെ ഒരിടത്തായി ഇരിക്കും. അപ്പോഴായിരിക്കും സോഫിയുടെ മറുപടി, സോറി ലൂയി, എനിക്കിന്ന് വരാൻ പറ്റില്ല, ഒരു ഇമ്പോർട്ടന്റ് കാര്യം വന്നുപോയി എന്ന്. അപ്പോൾ ലൂയി അത് പോട്ടെ, സാരില്ല എന്ന് റിപ്ലൈ കൊടുക്കും. ഇനി ഇവിടെ ഇരുന്ന് പോസ്റ്റ് അടിക്കണ്ടെന്ന് വിചാരിച്ച് ലൂയി അവിടെ ഇറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഒരാളുടെ മേത്തിടിച്ച് അയാളുടെ കയ്യിലുള്ള വിസ്കി അയാളുടെ ഡ്രസ്സിലേക്ക് മറിയും. അവന്റെ നെയിം ഡേവിഡ് എന്നായിരിക്കും. അപ്പോൾ ലൂയി, ഓ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ വേറൊരു വിസ്കി വാങ്ങിത്തരാമെന്ന് പറയും. ഡേവിഡ് അത് സാരമില്ല എന്ന് പറയും. എന്നാൽ ലൂയി അത് കുഴപ്പമില്ല പറഞ്ഞ് അവന് വേറൊരു വിസ്കി വാങ്ങിച്ചു കൊടുക്കും. ശരിക്കും ലൂയിക്ക് ഡേവിഡിനോടൊരു ചെറിയ ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. ഡേവിഡ് പറയും, ഞാൻ ഇവിടെ ലണ്ടനിൽ ആദ്യമായിട്ടാണ്, എനിക്കിവിടെ അങ്ങനെ ആരെയും പരിചയമൊന്നുമില്ല, ആൾക്കാരോട് ജസ്റ്റ് സംസാരിച്ച് പരിചയപ്പെടാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ബാറിലേക്ക് വന്നത്. ആക്ച്വലി ഡേവിഡ് ഒരു സ്കോട്ടിഷ് ആണ്. അപ്പോൾ ലൂയി പറയും, ചിലർ അങ്ങനെയാണ്, അവർക്ക് എവിടെ പോയാലും പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഡേവിഡ് ചോദിക്കും, ഇയാൾ അങ്ങനെയുള്ള ഒരാളാണോ? അപ്പോൾ ലൂയി പറയും, ഏയ് ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാനും അങ്ങനെയല്ല. അതുപോട്ടെ, ഇവിടെ എന്താ ഒറ്റയ്ക്ക് ചെയ്യുന്നേ? ലൂയി പറയും, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു, പക്ഷെ ലാസ്റ്റ് നിമിഷം അവൾക്ക് എന്തോ തിരക്ക് വന്നിട്ട് വരാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങാൻ നേരത്താണ് നിങ്ങളുടെ മേത്തിടിച്ചത്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഡേവിഡ് അവളോട് പറയും, എന്തായാലും ഇറങ്ങുകയല്ലേ, എന്നാൽ പിന്നെ ഒരു ലാസ്റ്റ് ഡ്രിങ്കും കൂടി കഴിച്ചിട്ട് പോയിക്കൂടെ? എനിക്ക് ഇയാളോട് സംസാരിച്ച് ഇയാളുടെ കമ്പനി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ലൂയി ഡ്രിങ്ക് വേണ്ടാന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങും. ഡേവിഡും കൂടെ ഇറങ്ങും. പെട്ടെന്ന് രണ്ടുപേരും അറിയാതെ ഏതോ നിമിഷത്തിൽ കിസ് ചെയ്യും. ഡേവിഡ് അപ്പോൾ തന്നെ ഐ ആം സോറി എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. രണ്ടാളും ജസ്റ്റ് സംസാരിച്ചെന്നേ ഉള്ളൂ. പേരെന്താണെന്നോ ബാക്കി ഒരു ഡീറ്റെയിൽസും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ഡേ ലൂയി ക്ലിനിക്കിൽ ചെന്നപ്പോൾ അവളുടെ കോവർക്കറായ സൂയി പറയും, പുതിയ സൈക്യാട്രിസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. ലൂയി അന്നേരം ആളെങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പൊ സൂയി പറയും, ആള് നല്ല ചെറുപ്പക്കാരനാ, കാണാനും സുന്ദരനാ, ഇവിടെ മുമ്പുണ്ടായ ഡോക്ടറിനെ പോലെയൊന്നുമല്ല. അവർ ഇപ്പോൾ അകത്തുനിന്ന് ഡോക്ടർ ശർമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശർമ്മ അവിടുത്തെ സീനിയർ ഡോക്ടറാണ്. അത് കേട്ട് ലൂയി ചോദിക്കും, അവരോ, വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? അപ്പൊ സൂയി പറയും, കൂടെ ആളുടെ വൈഫും ഉണ്ട്, അവരും കാണാൻ നല്ല സുന്ദരിയാ. ലൂയി അവളുടെ ബാഗൊക്കെ വെച്ച് ന്യൂ ഡോക്ടർ ആരാണെന്ന് കാണാൻ വേണ്ടി മെല്ലെ എത്തി നോക്കുമ്പോൾ കാണുന്നത് ഇന്നലെ അവൾ ബാറിന്ന് പരിചയപ്പെട്ട ഡേവിഡ് ആയിരിക്കും. ലൂയി അത് കണ്ട് ഞെട്ടും. ഡേവിഡിന്റെ വൈഫായ എഡേൽ ഡോക്ടർ ശർമ്മയോട് ചോദിക്കും, ഞാൻ ഈ ക്ലിനിക്കൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. അപ്പൊ ശർമ്മ അതിനെന്താ കാണാലോ പറഞ്ഞ് അവരെയും കൂട്ടിട്ട് പുറത്തേക്ക് വരാൻ നോക്കുമ്പോൾ അത് കണ്ട ലൂയി ഡേവിഡിനെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് പെട്ടെന്ന് ബാത്റൂമിൽ ഒളിച്ചിരിക്കും. ആ സീൻ അവിടെ കട്ടാകും. അന്ന് രാത്രി ലൂയി സോഫിയോട് ഇന്നലെ രാത്രി ഇങ്ങനെ ഒരാളെ കണ്ടത് തൊട്ട് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അത് കേട്ട സോഫി ലൂയിയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കും, അപ്പൊ ശരിക്കും നീ എത്ര നേരാ ബാത്റൂമിൽ ഇരുന്നേ? അന്നേരം ലൂയി 20 മിനിറ്റ് എന്ന് പറയും. എന്റെ ദൈവമേ, നിന്റെ അപ്പോഴുള്ള ഫേസ് എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അതൊക്കെ വിട്. അപ്പൊ നിനക്ക് ബാറിൽ നിന്ന് കണ്ട സമയത്ത് അയാൾ മേരീഡ് ആണെന്ന് മനസ്സിലായില്ലേ? ഒരു സംശയവും നിനക്ക് തോന്നിയില്ലേ? ലൂയി ഇല്ലാന്ന് പറയും. അവൻ നിന്നോട് പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ തന്നെ മനസ്സിലാക്കാം അവൻ ഒരു ഫ്രോഡാണെന്ന്. അതിന് ഞാനും എന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷേ അയാളുടെ മുഖം കാണുമ്പോഴറിയാം അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെന്ന്. സോഫി പറയും, നമ്മൾക്കൊരിക്കലും ഒരു മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല, ഇനി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ഭ്രാന്താവുകയുള്ളൂ. നാളെ നീ അവന് ഫേസ് ചെയ്യുന്നതിനെ ഓർത്ത് വറീഡ് ആവണ്ട പറഞ്ഞ് അവൾ പോകും. അതിനുശേഷം ലൂയി കിടന്നുറങ്ങും.
അപ്പോൾ അവൾ എന്തൊക്കെയോ ടെറിഫിക് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണും. ആദം എവിടേക്കോ ഓടുന്നതും അവൾ പിറകെ ഓടുന്നതും. അപ്പോഴേക്കും അവൾ കണ്ണു തുറക്കും. നോക്കുമ്പോൾ അവൾ ബാത്റൂമിലായിരിക്കും. സംഭവം ലൂയിക്ക് സ്ലീപ്പ് വാക്കിംഗ് ഇഷ്യൂ ഉണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഡേവിഡിനെയാണ്. ഡേവിഡിനോട് എഡേൽ വന്നിട്ട് ചോദിക്കും, ഇന്ന് നിങ്ങളുടെ ക്ലിനിക്കിലെ ഫസ്റ്റ് ഡേ അല്ലേ, ടെൻഷൻ ഉണ്ടോ? എഡേൽ, എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, ഞാൻ മുമ്പും വർക്കിന് പോയിട്ടുണ്ടല്ലോ. എനിക്ക് എന്തായാലും ക്ലിനിക്കും ആ പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഡേവിഡ് അവളോട് സംസാരിക്കാൻ എന്തോ താല്പര്യമില്ലാത്തതുപോലെ പറയും, എനിക്ക് വർക്കിന് പോകാൻ സമയമായി, നീ നിന്റെ മരുന്ന് വേഗം കുടിക്കും. എന്തിന്റെ മരുന്നാണെന്ന് അറിയില്ല. അവൾ ഷെൽഫിൽ നിന്ന് മരുന്നെടുത്ത് ഡേവിഡിന്റെ മുന്നിൽ വെച്ചിന്നെ കഴിക്കും. ഡേവിഡ്, ഞാൻ നിന്നെ 11:30 വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങും. ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഡേവിഡിനാണോ അതോ എഡേലിനാണോ പ്രശ്നമെന്ന് അറിയില്ല. എന്തായാലും ഒന്നുറപ്പാണ്, അവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിട്ടല്ല പോകുന്നത്. അതേസമയം ലൂയി ക്ലിനിക്കിൽ പോകുന്നുണ്ടാകും. അവളാണെങ്കിൽ ഡേവിഡിനെ ഇന്ന് മീറ്റ് ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. എപ്പോഴും തോന്നിയതുപോലെ ഡ്രസ്സ് ഇടുന്ന അവൾ ഇന്ന് കുറച്ച് സെലക്റ്റീവ് ആയിട്ടാണ് ഡ്രസ്സ് ഇട്ടത്. അത് കണ്ട് സൂയി ചോദിക്കും, നിന്നെ ഇന്ന് കാണാൻ നല്ല ഉണ്ടല്ലോ. അപ്പൊ ലൂയി പുതിയ ഡോക്ടർ എവിടെയെന്ന് ചോദിക്കും. സൂയി പറയും, ഇത്ര നേരം എവിടെ ഉണ്ടായിരുന്നു? ഇപ്പോൾ അകത്തൊരു മീറ്റിംഗിലാണ്. ഡോക്ടർ വരുന്നത് വരെ നമ്മൾക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ലൂയിക്ക് സൂയി സാൻഡ്വിച്ച് കൊടുക്കും. സാൻഡ്വിച്ച് കഴിക്കുന്ന സമയത്ത് കെച്ചപ്പ് ലൂയിയുടെ ഷർട്ടിലാക്കും. സൂയി ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തുടച്ച് ഡ്രസ്സ് മൊത്തം വൃത്തികേടാക്കും. ലൂയി നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് കഴുകും. എന്നാൽ എത്ര തുടച്ചിട്ടും അത് കൂടുതൽ വൃത്തികേടാകുന്നതല്ലാതെ മാറ്റമൊന്നും ഉണ്ടാകില്ല. പിന്നെ ഒന്നാമത് വൈറ്റ് ഷർട്ടും കൂടിയാണ്. ഇന്ന് ഡേവിഡിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് നല്ല ഡ്രസ്സ് ഇട്ടത്. അതാണെങ്കിൽ ഇങ്ങനെയുമായി. മറുഭാഗത്ത് എഡേൽ അവളുടെ ഫിംഗേഴ്സ് കൗണ്ട് ചെയ്ത് കണ്ണടക്കുന്നുണ്ടാകും. അതേസമയം ലൂയി ഡേവിഡിന്റെ ക്യാബിനിൽ നിന്ന് ഫയലൊക്കെ എടുത്ത് വെക്കുന്ന സമയം ഡേവിഡും എഡേലും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണും. അതെടുത്ത് നോക്കാൻ പോകുമ്പോഴേക്കും ഡേവിഡ് വാതിൽ തുറന്നകത്തേക്ക് കയറും. ലൂയിയെ കണ്ട് ഡേവിഡ് ഞെട്ടും. ഡേവിഡിനെ കണ്ട് ലൂയി വെപ്രാളത്തിൽ, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, അന്ന് രാത്രി നമ്മൾ രണ്ടുപേരും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ പറ്റിയതാണ്, അങ്ങനെ എന്തൊക്കെയോ പറയും. ഡേവിഡ്, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കും. ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാനാണ് നിങ്ങളുടെ സെക്രട്ടറി. വീക്കിലി 3 days ഞാൻ ഇവിടെ ഉണ്ടാകും. ഞാൻ ഇന്നലെ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നോർത്ത് ഞാൻ ബാത്റൂമിൽ കയറി ഒളിച്ചു. അപ്പോൾ ഡേവിഡ് ചിരിച്ചുകൊണ്ട് പറയും, അതിപ്പോൾ നീയല്ല, നിന്റെ സ്ഥാനത്ത് ഞാനായാലും അത് തന്നെ ചെയ്യുകയുള്ളൂ. നിനക്ക് ഞാൻ വൃത്തികെട്ടവനാണെന്ന് തോന്നുന്നുണ്ടോ? അതല്ല, സ്വന്തം ഭാര്യനെ വെച്ച് ഞാൻ നിന്നെ കിസ് ചെയ്തില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാൽ ലൂയി അതിനൊന്നും മറുപടി പറയാതെ ഞാൻ ലൂയി എന്ന് പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തും. അതുപോലെ ഡേവിഡും അങ്ങോട്ട് പരിചയപ്പെടുത്തും. ഡേവിഡ് ചോദിക്കും, നീ ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? അപ്പോൾ അവൾ, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഞാൻ നടന്നിട്ടാണ് ഇങ്ങോട്ട് വരാറ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? അപ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞ് മാപ്പ് എടുത്ത് അവൻ ഓരോ ഏരിയയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ഏരിയ കാണിച്ചിട്ട് അവൾ പറയും, ഈ ഏരിയ അത്ര സേഫ് അല്ല, പ്രത്യേകിച്ച് രാത്രിയൊന്നും ഇവിടെ ആരും വരാറില്ല, കാരണം ഇവിടെയൊക്കെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ ഡേവിഡ് എന്തൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ടാകും. ലൂയി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും, ഡ്രഗ് അഡിക്ഷൻ തന്നെയാണ് പ്രധാന പ്രശ്നം. ഡ്രഗ് യൂസ് ചെയ്യുന്ന ഇവിടെയുള്ള എല്ലാവരെയും എനിക്ക് ഹെൽപ്പ് ചെയ്യണം. ലൂയി പറയും, അത് വളരെ നല്ല കാര്യമാണ്. മുമ്പ് ഇവിടെ വർക്ക് ചെയ്തവരൊക്കെ വെറും പൈസക്ക് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്തത്. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. വേറെ ഒരു സ്ഥലം കാണിച്ചിട്ട് പറയും, ഇവിടെയാണ് എൻ്റെ മകൻ ആദം പഠിക്കുന്നത്. അപ്പോഴായിരിക്കും ഡേവിഡിന് ലൂയി മാരീഡ് ആണെന്ന് മനസ്സിലാകുക. മകൻ എത്ര വയസ്സുണ്ടെന്ന് ഡേവിഡ് ചോദിക്കും. അവനിപ്പോൾ 7 വയസ്സുണ്ട്, ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. ആ സീൻ അവിടെ കട്ടാകും. നെക്സ്റ്റ് സീനിൽ അന്ന് രാത്രി ഡേവിഡും എഡേലും ഡോക്ടർ ശർമ്മയും അങ്ങനെ അവരുടെ കൂടെയുള്ള കുറച്ച് ഡോക്ടേഴ്സ്മാരും ചെറിയ പാർട്ടി പോലെ വെള്ളമൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അതിലൊരു ഡോക്ടർ എഡേലിനോട് ചോദിക്കും, ഇവിടെ ലണ്ടനിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല തന്നെ. പിന്നെ ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഡേവിഡ് അന്നേരം എന്തൊക്കെയോ അർത്ഥം വെച്ചിട്ട് പറയും, എഡേലിനും അവളുടേതായ കുറച്ച് കാരണങ്ങളും കൂടിയുണ്ട് ഇങ്ങോട്ടേക്ക് മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ ശർമ്മ എഡേലിനോട് എന്ത് റീസൺ ആണെന്ന് ചോദിക്കും. അപ്പോൾ അവൾ അതൊന്നുമില്ലെന്ന് പറയും. നെക്സ്റ്റ് പാസ്റ്റ് ആണ് കാണിക്കുന്നത്. എഡേൽ ഇപ്പോൾ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. എഡേലിന്റെ പേരൻസ് വീട്ടിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ മരിച്ചു. അവളുടെ ഹോബീസ് എന്ന് പറയല് ഈ പെയിന്റിങ്സ് ഒക്കെ വരക്കലാണ്. പേരൻസിന്റെ മരണശേഷം അവളുടെ പെയിന്റിങ്സ് മുഴുവനും തീയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ അവളുടെ ഈ ട്രോമ മാറാത്തത് കൊണ്ട് തന്നെ ഡേവിഡ് അവളെ ഇവിടെ ആക്കിയിട്ടാണുള്ളത്. ഡേവിഡ് ആണെങ്കിൽ പുറത്ത് സൈക്കാട്രി പഠിക്കുകയാണ്. അവൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് റോബ് എന്ന് പറയുന്ന ഒരുത്തൻ അവളോട് ചോദിക്കും, നീയല്ലേ ഈ തീയുടെയൊക്കെ പെയിന്റിങ്സ് വരക്കുന്ന പെൺകുട്ടി? ഞാൻ നിന്റെ പേരൻസിന് സംഭവിച്ചത് പേപ്പറിൽ കണ്ടായിരുന്നു. അപ്പോൾ അവൾ തിരിച്ചു ചോദിക്കും, നീയല്ലേ ആ സ്ലീപ്പ് വാക്ക് ചെയ്യുന്ന ചെറുക്കൻ? അപ്പോൾ അവൻ പറയും, അതെ ഞാൻ തന്നെ. എനിക്കിങ്ങനെ സ്ലീപ്പ് വാക്കിംഗ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആർക്കും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ നടക്കുന്നത് കൊണ്ട് നിനക്ക് രാത്രി ഉറങ്ങുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അവൾ പറയും, ഞാൻ അധികം അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. എൻ്റെ ഉറക്കം മറ്റുള്ളവരുടെ ഉറക്കം പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്.
നീ ഈ സ്ലീപ്പ് വാക്കിംഗ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണോ ഇവിടെ എത്തിയത്? അപ്പോൾ അവൻ ഡ്രഗ് അഡിക്ഷൻ ആണെന്ന് പറയും. അങ്ങനെ അവർ ഓരോന്നും സംസാരിച്ച് കമ്പനിയാകും. അടുത്ത സീനിൽ പ്രസന്റിൽ ഡേവിഡ് ലൂയിയോട് ചോദിക്കും, നിനക്ക് ഈ വീക്കെൻഡിൽ എന്തെങ്കിലും പരിപാടിയുണ്ടോ? ആദമിന്റെ കൂടെ എവിടെയെങ്കിലും പോകാനോ അങ്ങനെ വല്ലതും? ഇല്ല, ആദം ഈ വീക്ക് അവന്റെ അച്ഛന്റെ കൂടെയാണ്. പക്ഷെ പറയാൻ പറ്റില്ല, എനിക്കാ ഡേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടി ഉണ്ടാകും. അടുത്ത സീനിൽ ലൂയി അന്ന് കണ്ട പോലത്തെ സ്കേരി ആയിട്ടുള്ള സ്വപ്നം കാണും. അവൾ സ്ലീപ്പ് വാക്ക് ചെയ്ത് ബാൽക്കണിയുടെ അടുത്തെത്തി അവിടുന്ന് വീഴാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവളോട് ഉറക്കം ഞെട്ടും. നോക്കുമ്പോൾ അവൾ ബാൽക്കണിയുടെ അറ്റത്തെത്തിയിട്ടുണ്ടാകും. അവൾ പേടിച്ച് പിറകോട്ട് നടക്കുമ്പോഴേക്കും എവിടെയോ തട്ടി അവളുടെ കൈ മുറിയും. അവൾ അവിടെ ഇരുന്ന് കരയും. നെക്സ്റ്റ് ഡേ ആദമിനെ ലൂയിയുടെ അടുത്തേക്ക് കൊണ്ടാക്കാൻ അവളുടെ ഹസ്ബൻഡ് ലാൻ വരും. ലാൻ ലൂയിയോട് പറയും, ഞാനും ലിസയും ഫ്രാൻസിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ആദമിനെയും കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ലിസ ലാനിന്റെ ഇപ്പോഴത്തെ ഭാര്യയാണ്. എന്നാൽ ലൂയി അതിന് സമ്മതിക്കില്ല. ഞാൻ കരുതി നീ ഇത് കേൾക്കുമ്പോൾ ആദമിനെ വിടുമെന്ന്. നിങ്ങൾ ആദമിനോട് ഇതിനെപ്പറ്റി പറഞ്ഞോ? അത് ആ എക്സൈറ്റ്മെന്റിൽ അറിയാതെ പറഞ്ഞു പോയി. അപ്പോൾ ലൂയി, ശരി, എന്തായാലും ആദം വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ലാനിനോട് അവിടുന്ന് പോകാൻ പറയും. അന്നേരം ആദം ഫ്രാൻസിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് ലൂയിയോട് പറയും. അപ്പോൾ ലൂയി, നീ എവിടെയും പോകുന്നില്ല എന്ന് പറയും. എന്തുകൊണ്ട് പോയിക്കൂടാ? പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അപ്പോൾ ആദം ദേഷ്യത്തിൽ ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അന്ന് രാത്രി ലൂയി സോഫിയോട് ലാൻ ആദമിനെ ട്രിപ്പിന് ഫ്രാൻസിലേക്ക് കൂട്ടണമെന്ന് ചോദിച്ചതും പിന്നെ അവിടെ നടന്ന കാര്യങ്ങളുമൊക്കെ പറയും. അപ്പോൾ സോഫി പറയും, നീ ലാനിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ആദമിനെ വിടില്ല എന്ന് പറഞ്ഞത്? അതിലൊന്നും വലിയ കാര്യമില്ല. അതിപ്പം ആദം ഇല്ലെങ്കിലും അവൻ ലിസയുടെ കൂടെ എന്തായാലും ഫ്രാൻസിലേക്ക് പോകും. അതുകൊണ്ട് നീ ആദമിനെ പറഞ്ഞയച്ചോ, അല്ലെങ്കിൽ അവൻ അതൊരു സങ്കടമാകും. എന്തായാലും കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ലൂയി തിരിച്ചു പറയും, എനിക്കിപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ. നിനക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. സോഫി പറയും, ഇങ്ങനെയാണ് പോക്കെങ്കിൽ ആദം അധിക കാലം നിന്റെ കൂടെ ഉണ്ടാകില്ല. ആദം വലുതായി കഴിഞ്ഞാൽ അവൻ അവന്റെ പാട് നോക്കി പോകും. നീ അന്നേരം ഒറ്റക്ക് സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും. സോ നീ ആദമിനെ ലാനിന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് നിന്റെ ലൈഫ് ഒന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. അങ്ങനെ നെക്സ്റ്റ് ഡേ ലൂയി ആദമിനെ ലാനിന്റെ കൂടെ പോകാനുള്ള പെർമിഷൻ കൊടുക്കും. ആദം അത് കേട്ട് വളരെ ഹാപ്പിയാകും. പക്ഷേ ലൂയിക്കുള്ളിൽ ആദമിനെ കുറച്ച് ദിവസം പിരിയുന്നതിനെ ഓർത്ത് സങ്കടമുണ്ടാകും. അടുത്ത സീനിൽ ഡേവിഡ് അഡേലിനോട് ചോദിക്കും, ഇന്നെന്താ നിന്റെ പരിപാടി എന്ന്. അപ്പോൾ അവൾ പറയും, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ജിമ്മിന് പോകും, പിന്നെ ചെറിയൊരു ഷോപ്പിംഗ്, അത്രയൊക്കെ തന്നെ. നെക്സ്റ്റ് സീൻ ആദമിനെ ലൂയി സ്കൂളിൽ കൊണ്ടാക്കി നടന്നു വരുന്ന വഴി എഡേലുമായിട്ട് പെട്ടെന്ന് കൂട്ടിമുട്ടി എഡേൽ വീഴും. അപ്പോഴായിരിക്കും ലൂയിക്ക് അത് ഡേവിഡിന്റെ വൈഫാണെന്ന് മനസ്സിലാകുക. കാരണം ലൂയി അന്ന് ക്ലിനിക്കിൽ നിന്ന് അവരുടെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ലൂയി പറയും, അയ്യോ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു, അറിയാതെ പറ്റിപ്പോയതാണ്. നിങ്ങൾ ഡേവിഡിന്റെ വൈഫല്ലേ? ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എന്നാലും പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ എഡേൽ പറയും, നിനക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു കോഫി കുടിച്ചാലോ? എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പുതിയതാണ്, എനിക്ക് അങ്ങനെ ഇവിടെ ആരും പരിചയമൊന്നുമില്ല. ലൂയി അപ്പോൾ അതിന് സമ്മതിക്കും. ഇവിടെ വെച്ച് ഈ സീരീസിന്റെ എപ്പിസോഡ് 1 കഴിയും. അടുത്ത എപ്പിസോഡ് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ശരി, നാളെ കാണാം.